ദൈവം വൈകുന്നില്ല, നിങ്ങളെ തയ്യാറാക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ജീവിതം അവനോട് പലപ്പോഴും ഇല്ല എന്ന് പറഞ്ഞു. ജോലിക്ക് ശ്രമിച്ചു, കിട്ടിയില്ല. ബിസിനസ് തുടങ്ങി, നഷ്ടമായി. സുഹൃത്തുക്കൾ പോലും അകന്നുപോയി. ഒരു ദിവസം അവൻ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, ദൈവമേ, എനിക്കിനി കഴിയുന്നില്ല. കർത്താവേ, എൻ്റെ ഹൃദയം വളരെ ഭാരമാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഈ വഴി എനിക്ക്. എൻ്റെ കണ്ണുനീർ നീ കാണുന്നില്ലയോ? എൻ്റെ വേദന നീ കേൾക്കുന്നില്ലയോ? എന്നാൽ ഞാനിപ്പോഴും നിന്നെ വിളിക്കുന്നു. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. അന്ന് രാത്രി അവനൊരു സ്വപ്നം കണ്ടു. ഒരു ശില്പി ഒരു കല്ല് വെട്ടുകയാണ്. അവൻ ചോദിച്ചു, എന്തിനാണ് ഇത് ഇങ്ങനെ തകർക്കുന്നത്? ശില്പി പറഞ്ഞു, ഇത് തകർച്ചയല്ല, രൂപപ്പെടുത്തലാണ്. ഇപ്പോൾ വേദനയാണ്, പക്ഷെ അവസാനം അതൊരു മഹത്തായ സൃഷ്ടിയാവും. അവൻ ഉണർന്നു. അവൻ്റെ മനസ്സിൽ ഒരു വെളിച്ചം തെളിഞ്ഞു. ദൈവം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, അവൻ എന്നെ രൂപപ്പെടുത്തുകയാണ്. ദൈവമേ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തിനും ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ ചോദിച്ച പല കാര്യങ്ങളും നീ തരാത്തത് എനിക്ക് നല്ലത് അല്ലാത്തതിനാലാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ നിനക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. ജീവിതത്തിൽ നമുക്ക് തോന്നും എല്ലാം വൈകുന്നു, പക്ഷെ സത്യം, ദൈവം ഒരിക്കലും വൈകുന്നില്ല. അവൻ നമ്മെ തയ്യാറാക്കുകയാണ്. സ്നേഹമുള്ള കർത്താവേ, ഈ വീഡിയോ കാണുന്ന ഓരോ ആളിനെയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ നീ അറിയുന്നു. അവരുടെ ഹൃദയവേദന നീ കാണുന്നു. കർത്താവേ, അവർ തളർന്നിരിക്കുകയാണെങ്കിൽ ശക്തി തരയണമേ. ഭയപ്പെട്ടിരിക്കുകയാണെങ്കിൽ ധൈര്യം തരയണമേ. വഴി കാണാതെ നിൽക്കുന്നവരാണെങ്കിൽ ഒരു ചെറിയ വെളിച്ചം പോലും കാണിക്കണമേ. കണ്ണുനീർ നിറഞ്ഞ കണ്ണുകൾക്ക് സന്തോഷത്തിൻ്റെ ദിവസം വരുത്തണമേ. കാത്തിരുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും നിൻ്റെ സമയത്തിൽ ഉത്തരം തരയണമേ. ഇനി അവർ ഒരിക്കലും തളരാതിരിക്കാൻ നിൻ്റെ സാന്നിധ്യം അനുഭവിപ്പിക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, നീ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ കാണുന്നില്ലെങ്കിലും നീ നമ്മുടെ ജീവിതം ഒരുക്കുന്നു. ഈ പ്രാർത്ഥന സർവശക്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ആമേൻ.